കീർത്തികരമായ പ്രത്യാഘാതങ്ങൾ നിയന്ത്രിക്കാൻ ഗീതു ഈ ഏറ്റുമുട്ടലിലൂടെ സഞ്ചരിക്കുമ്പോൾ അന്തരീക്ഷം പിരിമുറുക്കവും സൂക്ഷ്മപരിശോധനയും നിറഞ്ഞതാണ്. വിമർശനങ്ങൾക്കിടയിലുള്ള അവളുടെ സമചിത്തതയുള്ള പെരുമാറ്റം പ്രതികൂല സാഹചര്യങ്ങളും സംഘർഷങ്ങളും കൈകാര്യം ചെയ്യുന്നതിൽ സമർത്ഥയായ ഒരു കഥാപാത്രത്തെ സൂചിപ്പിക്കുന്നു. വിധിയുടെ മുഖത്ത് അവളുടെ പ്രതിരോധവും വൈകാരിക പക്വതയും പ്രകടമാക്കുന്നു. അതിനിടയിൽ വരുൺ തന്റെ ഭൂതകാലത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ശ്രദ്ധയിൽപ്പെട്ട രാധികയുടെ സംയമനം നഷ്ടപ്പെടുമ്പോൾ ഒരു സമാന്തര കഥാഗതി വികസിക്കുന്നു. വരുണിന്റെ അന്വേഷണം രാധികയിൽ നിന്ന് അപ്രതീക്ഷിതമായ ഒരു വൈകാരിക പൊട്ടിത്തെറിക്ക് കാരണമാകുമ്പോൾ അന്തരീക്ഷം അസ്വസ്ഥതയുണ്ടാക്കുന്നു. പെട്ടെന്നുള്ള ഈ നിയന്ത്രണനഷ്ടം ദുർബലതയുടെ ഒരു ചിത്രം വരയ്ക്കുകയും വികാരങ്ങളുടെയും മുൻകാല അനുഭവങ്ങളുടെയും ആഴത്തിലുള്ള പാളികളിലേക്ക് സൂചന നൽകുകയും രാധികയുടെ കഥാപാത്രത്തിനുള്ളിലെ സങ്കീർണതകൾ അനാവരണം ചെയ്യുകയും ചെയ്യുന്നു. ഗീതു ഗോവിന്ദിന്റെ അപലപനവും വരുണിന്റെ അന്വേഷണത്തിൽ ഉണർത്തുന്ന രാധികയുടെ വൈകാരിക പ്രക്ഷുബ്ധതയും കൈകാര്യം ചെയ്യുന്നതിന്റെ വിഭജിക്കുന്ന കഥാസന്ദർഭങ്ങൾ കുടുംബകലഹങ്ങളും വൈകാരിക പ്രതിരോധവും മറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളും നിറഞ്ഞ ഒരു ആഖ്യാനത്തിന്റെ കാതൽ രൂപപ്പെടുത്തുന്നു. സമ്മർദ്ദത്തിന് കീഴിലുള്ള ഗീതുവിന്റെ ശാന്തതയും രാധികയുടെ വൈകാരിക ദുർബലതയും കുടുംബത്തിന്റെ ചലനാത്മകതയ്ക്കുള്ളിലെ ബന്ധങ്ങളുടെ ബഹുമുഖ സ്വഭാവത്തെ എടുത്തുകാണിക്കുന്നു. വൈകാരിക പ്രതിരോധ ശേഷിയുടെയും ദുർബലതയുടെയും സങ്കീർണതകളിലേക്ക് ആഖ്യാനം കടന്നുപോകുന്നു. വിമർശനങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ഗീതുവിന്റെ വൈദഗ്ധ്യവും രാധികയുടെ അപ്രതീക്ഷിതമായ വൈകാരിക പൊട്ടിത്തെറിയും ആഴത്തിന്റെയും പിരിമുറുക്കത്തിന്റെയും പാളികൾ കൂട്ടിച്ചേർക്കുന്നു. വികാരങ്ങളുടെയും കുടുംബത്തിനുള്ളിലെ മറഞ്ഞിരിക്കുന്ന ചരിത്രങ്ങളുടെയും സമ്പന്നമായ ഒരു ചിത്രീകരണം. കഥാഗതി പുരോഗമിക്കുമ്പോൾ വിമർശനങ്ങളോടുള്ള ഗീതുവിന്റെ സജ്ജമായ പ്രതികരണവും വരുണിന്റെ അന്വേഷണത്തിന് മറുപടിയായി രാധികയുടെ വൈകാരിക പ്രക്ഷുബ്ധതയും തമ്മിലുള്ള ഏറ്റുമുട്ടൽ വൈകാരിക ആഴവും കുടുംബ സംഘട്ടനങ്ങളും നിറഞ്ഞ ഒരു ആവേശകരമായ ആഖ്യാനത്തിന് കളമൊരുക്കുന്നു. പ്രേക്ഷകർ കഥാപാത്രങ്ങളുടെ വൈകാരിക യാത്രകളുടെ സങ്കീർണതകളിലും സൂക്ഷ്മതകളിലും മുഴുകുന്നു. അവരുടെ ബന്ധങ്ങളെ പുനർനിർവചിക്കാൻ കഴിയുന്ന പ്രമേയങ്ങളും വെളിപ്പെടുത്തലുകളും ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. ഈ ആഖ്യാനം അതിന്റെ വൈകാരിക പ്രതിരോധവും ദുർബലതയും കൊണ്ട് വശീകരിക്കുന്നു. കുടുംബ പിരിമുറുക്കങ്ങളുടെയും മറഞ്ഞിരിക്കുന്ന വികാരങ്ങളുടെയും ലോകത്തേക്ക് പ്രേക്ഷകരെ ക്ഷണിക്കുന്നു. കഥാപാത്രങ്ങളുടെ വൈകാരിക പാതകളും അവരുടെ ബന്ധങ്ങളിലെ സാധ്യതയുള്ള മാറ്റങ്ങളും അവരെ ആകർഷിക്കുന്നു.